ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് എല്ലാ മോഡലും, അതായത് 5 മൊഡ്യൂളിലെയും കൂടെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. ചിലതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം നിങ്ങൾ എല്ലാം ഒന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. എന്നിട്ട് ഇത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കാണാൻ മാത്രമല്ല ചെയ്യേണ്ടത്, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എർത്ത് പ്രഷർ, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എർത്ത് പ്രഷറിനെ പറ്റിയല്ലേ പഠിച്ചത്. അപ്പം എർത്ത് പ്രഷർ നമ്മുടെ അറ്റ് റെസ്റ്റിലും ആക്റ്റീവിലും പാസീവിലും ഒക്കെ, അതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടോണേ. അപ്പം അറ്റ് റെസ്റ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ട്, അറ്റ് റെസ്റ്റ് കണ്ടീഷനിൽ കെ നോട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കെ നോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1 - sin phi എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഫൈ വാല്യൂ എല്ലാം അത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്യുന്ന കേസിൽ നമുക്ക് ഗാമ ഡാഷ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതൊക്കെ ആ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് പോയി കണ്ടാൽ മതിയേ. ഇനി ആക്റ്റീവ് പ്രഷർ ഉണ്ട്. ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. അതിലും ഗാമ ഡാഷിൻ്റെ വാല്യൂ വേണം. പിന്നെ 3 കണ്ടീഷനാണ് നമുക്കുള്ളത്, റെസ്റ്റും ആക്റ്റീവും പാസീവും. പാസീവ് ആവുമ്പം റെസിപ്രോക്കൽ ഓഫ് ആക്റ്റീവ് കണ്ടീഷനാണ്. പിന്നെ അടുത്തതിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഷൻലെസ് സോയിലും ഉണ്ട്, കോഷൻ സോയിലും ഉണ്ട്. ഈ കണ്ടീഷൻ, അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഷൻലെസ് സോയിലിൻ്റെ കേസാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്ന കോഷൻ സോയിലിൻ്റെ കണ്ടീഷനിൽ നമ്മൾ സിഗ്മ വാല്യൂ, അതായത് കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ചെയ്യുമ്പം നമ്മൾക്ക് കോഷൻ സോയിൽ ആണെങ്കിൽ അവിടെ എന്തും കൂടെ വരും, ഒരു സി വാല്യൂയും കൂടെ വരും. അതിൻ്റെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഇനി മെയിനായിട്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു ഇക്വേഷൻസാണ് ഇത് ഇത്രയും എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഡെപ്ത് ഓഫ് സപ്പോർട്ടഡ് എക്സ്കവേഷനും ടെൻസൈൽ ക്രാക്കും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് നിങ്ങൾക്ക് കുഴപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പം നിങ്ങൾ മാക്സിമം ഈ ഇക്വേഷൻ പഠിച്ചോണം, മറക്കരുത്. അപ്പം എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ 4c/γ × √k വെച്ചിട്ട് കണ്ടുപിടിക്കണം. ടെൻസൈൽ ക്രാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ZC = 2c/γ × √k വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പം ആക്റ്റീവ് കണ്ടീഷൻ്റെ കേസ് മാക്സിമം ചോദിക്കത്തുള്ളൂ. പാസീവ് എന്നാന്ന് പറയുകയാണെങ്കിൽ പാസീവിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പഴയ സ്റ്റെപ്പ് എല്ലാം വെച്ച് കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. അപ്പം എങ്ങനെയാ പ്രോബ്ലം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ആദ്യം നമ്മൾ കെ നോട്ട് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനകത്ത് കെ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഫൈ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കെ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കെ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയിന്റ് എ എടുക്കണം. പോയിന്റ് എ എടുത്തിട്ട് പോയിന്റ് എയിൽ എപ്പോഴും പ്രഷർ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച്. സിഗ്മ ബിയുടെ കേസിൽ നമ്മൾ H1 ആണ് എടുക്കുന്നത്. സിഗ്മ സിയുടെ കേസിലാണെങ്കിൽ നമ്മൾ H1 എടുക്കും, H2 എടുക്കും. അതെല്ലാം നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചാണ് പറയുന്നത്. അതെല്ലാം പോയി കണ്ടോണം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ എന്നേ ഉള്ളൂ. ഇനി പാസീവ് കണ്ടീഷൻ്റെ കേസിലാണെങ്കിൽ കോഷൻ സോയിലിൻ്റെ കേസിൽ അവിടെ പ്ലസ് സൈനാണ് വരുന്നത്. ഇനി ഇതെന്ന് പറയുന്നതാ ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സും ഈ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ നോക്കിക്കോണം, മാക്സിമം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. കണ്ടോ? അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിച്ചോണേ. അടുത്ത ആക്റ്റീവ് കണ്ടീഷൻ്റെ കേസിൽ കെ എ എന്ന് പറയുന്നത് 1 - sin phi, അത് നമുക്കറിയാം. അപ്പം അത് ആ പോയിന്റ് കാണിച്ചേക്കും. അറ്റ് പോയിന്റ് എയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം, അറ്റ് പോയിന്റ് ബിയിലാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി മറ്റേ ഇത് കണ്ടുപിടിക്കാൻ പഠിച്ചോണം. അതായത് മാക്സിമം ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ, അത് ചോദിക്കും പരീക്ഷയ്ക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് കോഷൻലെസ് സോയിൽ ആണെങ്കിൽ കെ എ ഇൻറ്റു ഗാമ H1 മാത്രമേ കാണത്തുള്ളൂ. ഇനി ബിലോ ബി, അതായത് 2 കണ്ടീഷൻ, അതായത് കോഷൻലെസ് സോയിലും തന്നിട്ടുണ്ട്, കോഷൻ സോയിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി വാല്യൂ എന്തായിരിക്കും, ബിയിൽ പോയിന്റ് ബിയിൽ 2 കേസ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? പോയിന്റ് സി കണ്ടുപിടിക്കാൻ അറിയാലോ. പോയിന്റ് സിയിലാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ വരുന്നത്. അത് നമ്മൾ ചെയ്തോണം. ഇനി അതുപോലെ ഇത് പാസീവ് കണ്ടീഷൻ്റെ കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി സർചാർജ് ലോഡ് വരുന്ന കണ്ടീഷനുണ്ട്. സർചാർജ് ലോഡ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പം അവിടെ എന്തുണ്ട്, ഇവിടെ ഒരു മുകളിൽ, അതായത് നമ്മുടെ
നമ്മുടെ പ്രഷർ താഴേക്ക് ലോഡ് താഴേക്ക് ആക്ട് ചെയ്യുന്ന കണ്ടീഷനൂടെ കാണിക്കും. അന്നേരം അവിടെ ചെയ്യുന്ന ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ചെയ്യുന്ന ഇക്വേഷൻസും സ്റ്റെപ്പിന്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കോണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഈ ഭാഗങ്ങളൊക്കെ ഓടിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഇല്ലാത്ത കേസ് നമുക്ക് നോക്കാം. സെറ്റിൽമെന്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ബിയറിംഗ് കപ്പാസിറ്റി റിലേറ്റ് ചെയ്തിട്ട്. ബിയറിംഗ് കപ്പാസിറ്റിക്ക് കുറച്ച് ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ. അതെല്ലാം നോക്കിക്കോണം. ഈ ടോട്ടൽ ഗ്രോസ് പ്രഷർ Q കണ്ടുപിടിക്കുന്നത്, അതായത് Q വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടോട്ടൽ പ്രഷർ, അതൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നോക്കിക്കോണേ. അത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പം അത്രയുള്ള വീഡിയോയുടെ ലെങ്ത് ആദ്യം തൊട്ട് പറയുന്നില്ല. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി പരീക്ഷയുടെ ബേസ് ചെയ്താവുമ്പം നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം ഒന്ന്. അതിനുവേണ്ടി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നെറ്റ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. Qn = Q - ഗാമ DF. Q എന്ന് പറയുന്നത് എന്താ? ഇവിടെ നെറ്റ് പ്രഷറാ. ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്തെന്ന് പറയുന്നത്? Q എന്ന് പറയുന്നത്. ഇനി ഇൻറ്റു ഗാമ ഇൻറ്റു DF അത് ചെയ്യണം. ഇനി അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി QU ആണെങ്കിൽ QNU കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? QU - ഗാമ DF. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അവർ ഇനി തന്നിരിക്കും. അതെല്ലാം നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചാൽ മതി. ഇനി നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ QNU. QNS കണ്ടുപിടിക്കണമെങ്കിൽ QNU/FOS ഫാക്ടർ കണ്ട്. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. കാൽക്കുലേറ്റ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് ഗ്രോസ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് അൾട്ടിമേറ്റ് തന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ DF, ഗാമ, FOS എല്ലാം തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് QNS കണ്ടുപിടിച്ചൂടെ നമുക്ക്? QNU/FOS വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? QNS കണ്ടുപിടിക്കാം. QNS ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി QS കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമേ? അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? QNU വേണം. QNU/ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ് പറയുന്നത്. അപ്പം QNU കണ്ടുപിടിക്കണമെങ്കിൽ QU - ഗാമ DF. QU ഉണ്ട്, ഗാമ DF നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. QS = QNU/ QS അപ്പം കിട്ടുവേ. QNS കണ്ടുപിടിച്ചിട്ട് QS കണ്ടുപിടിക്കണം. QS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ QNU/FOS ആ. അപ്പം QNU നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? QS കണ്ടുപിടിക്കണം. QNU കണ്ടുപിടിക്കണമെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ QNU കണ്ടുപിടിക്കാമല്ലോ. അതിനകത്ത് നമുക്ക് QNSഉം കിട്ടും. അപ്പം എന്ത് ചെയ്യാം? അപ്പം ഇതാ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയും ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടെർസാഗി ബിയറിംഗ് കപ്പാസിറ്റി തിയറിയാണ്. അതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഈ സ്ട്രിപ്പ് ഫൂട്ടിങ്, കണ്ടിന്യൂസ് ഫൂട്ടിങ്, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതായത് സ്ട്രിപ്പ് ഫൂട്ടിങ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാ എന്താ നിങ്ങളുടെ വാട്ടർ ടേബിളിൻ്റെ ക്വസ്റ്റ്യന്. വാട്ടർ ടേബിളിൻ്റെ ഇതിനകത്തുണ്ട്. വാട്ടർ ടേബിളിൻ്റെ ഇതാണ് വരുന്നത്. അപ്പം ഈ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെയും സർക്കുലർ ഫൂട്ടിങ്ങിൻ്റെ എല്ലാം സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ എല്ലാം ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പം സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ കണ്ടീഷനിൽ QU കണ്ടുപിടിക്കണമെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ. CNC + ഗാമ DF × NQ + ½ × ഗാമ B N ഗാമ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. അപ്പം ഇവിടെ എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കോണം. Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗാമ DF ആണ് നമുക്കറിയാം. ഗാമ DF ആണെന്നറിയാം. ഇനി QU കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ CNC, അതായത് QNQ + ½ ഗാമ B N ഗാമ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? QU കണ്ടുപിടിക്കാൻ പറ്റും.
അതായത് ഈ ഗാമ ഡി എഫ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഗാമ ഡി എഫ് മാറ്റി ഇവിടെ ക്യൂ ആക്കാൻ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന ഗാമ ഡി എഫ് ആണെന്നറിയാം. അതിനെ ഷോർട്ട് ഫോം ആക്കി എഴുതിയേക്കും. ഈ മേളത്തെ ഇക്വേഷനെ നമ്മളിവിടെ ഷോർട്ട് ഫോം ആക്കി എഴുതിയേക്കും. ഇനി സർക്കുലർ ഫൂട്ടിങ്ങിൻ്റെ കേസിലെ ഇക്വേഷൻ ഇതാ, ഇനി സ്ക്വയർ ഫൂട്ടിങ് കേസിലെ ഇക്വേഷൻ ഇതാ. ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചേക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വാട്ടർ ടേബിളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങോ സ്ട്രിപ്പ് ഫൂട്ടിങ്ങോ ആയിരിക്കും കൂടുതലും എക്സാമിന് ചോദിക്കാറുള്ളത്. ഈ എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോണേ. അത് നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് പ്രീവിയസ് ഇയറിലും നിങ്ങളുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ ചോദിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യക്കേട് കൊണ്ട് കയറി മറ്റേ എ പാർട്ടി ചോദിച്ചാലും മിക്സ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലേ ഉള്ളൂ. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. അതെല്ലാം നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ഇനി അതൊന്നും പറയാനുള്ള ഇതില്ല. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രിപ്പ്, ഇത് ജസ്റ്റ് ഞാനാണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ തിയറി എല്ലാം ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാ മൊഡ്യൂളിലെ ഇക്വേഷനിലൂടെ ഒന്ന് പോവണ്ടേ. അപ്പം QU എന്ന് പറയുന്നത് ഇനി ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ മറ്റേടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതും വാട്ടർ ടേബിളിൻ്റെ കേസിലാവുമ്പം ഹാഫ് ഗാമ ഡാഷ് ബി എൻ ഗാമ എന്നുള്ള ഇക്വേഷനും കൂടി വരും. നമ്മുടെ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ വരുന്നത്. നമുക്കാണെങ്കിൽ വാട്ടർ ടേബിളും കൂടെ വരുവാണെങ്കിൽ എന്തും കൂടി വരും, ഗാമ ഡാഷിൻ്റെ വാല്യൂം കൂടി വരും. അപ്പം ഈ 3 ഇക്വേഷൻ, അതായത് സ്ട്രിപ്പിലും സ്ക്വയറിലും റെക്റ്റാങ്കുലറിലും എന്തും കൂടെ ചേർത്തുള്ള ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഗാമ ഡാഷും കൂടെ ചേർത്തുള്ള ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. മറ്റേടുത്ത് ഗാമ ഡാഷിൽ, അതായത് അവിടെ വാട്ടർ ടേബിൾ ഇല്ല. ഇതെല്ലാം നോക്കിക്കോണം കേട്ടോ. ഇനി ട്രപ്പിസോയിഡൽ കമ്പൈൻ ഫൂട്ടിങ് ചെയ്യുന്നതാണ്, അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പഴയതുപോലെ തന്നെ നമ്മൾ റെക്റ്റാങ്കുലർ ഫൂട്ടിങ് പോലെ തന്നെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം, ബേസ് ഏരിയ കണ്ടുപിടിക്കണം, ലൈൻ ഓഫ് ആക്ഷൻ അതായത് മൊമെൻ്റ് എടുത്ത് ലൈൻ ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കണം. പിന്നെന്താ, ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങിൻ്റെ കേസിലാണെങ്കിൽ L/3 അതായത് എക്സ് ഡാഷ് എന്നുള്ളൊരു കണ്ടീഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. L/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L/2 ആണെങ്കിൽ അതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്. ഇവിടുത്തെ L എന്ന് പറയുന്നത് എന്താ, ലെങ്താ ഓഫ്. ഇനി ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വേഷൻ നമ്മൾ പഴയതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചൊരു കണ്ടീഷൻസ് പറഞ്ഞേക്കുക ഇവിടെ. എക്സ് ഡാഷ് L/2 എന്ന് പറയുന്നതാണെങ്കിൽ റെക്റ്റാങ്കുലർ ഫൂട്ടിങ് ഈസ് പ്രൊവൈഡഡ് ആയിരിക്കും. L/3 ഈക്വൽ ടു L/2 അതായത് ലെസ് ദാൻ L/3 ആണെങ്കിൽ കമ്പൈൻ ഫൂട്ടിങ് തന്നിട്ടില്ലായിരിക്കും. ഇതിനി റാഫ്റ്റ് കണ്ടീഷനാണ്. റാഫ്റ്റ് കണ്ടീഷൻ്റെ കേസിൽ ഈ ഇക്വേഷൻസ്, അതായത് ബോയിലീസ് ഇക്വേഷൻസും ടെങ്സ് ഇക്വേഷൻസും ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് മെയിനായിട്ടും ചോദിക്കുന്നത്, അതായത് മറ്റേ നിങ്ങളെ 3 മാർക്കിനോ ഒക്കെ കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട് റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ കേസിൽ. റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ തിയറി കൂടാതെ ഇത് കയറി വേണമെങ്കിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തൊക്കെ കയറി ചോദിക്കാം. ബോയിൽസ് ഇക്വേഷൻ ഇതാണ്. ടെങ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ. ഇനി സ്കിംപ്ടൺസ് ഇക്വേഷൻ, ഇതും നോക്കി വെച്ചോണം കേട്ടോ. അലോബിൾ ബിയറിംഗ് കപ്പാസിറ്റി ക്ലേയുടെ കേസിൽ, അതായത് ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ക്ലേയുടെ കേസിലാണെങ്കിൽ സ്കിംപ്ടൺസ് ഇക്വേഷൻസാണ്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇനി ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഹില്ലീസ് ഫോർമുല. അത് നോക്കി വെച്ചോണം കേട്ടോ. ഹില്ലീസ് ഫോർമുല ചെയ്യുന്ന QU ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. അതും ഇതിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 3 മാർക്കിന്, ഇപ്പം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ചോദിക്കാം. അതായത് 2 or 3 മാർക്കിനൊക്കെ 7 or 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ കേസിൽ ഇത് പഠിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട വീഡിയോ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. മാക്സിമം എല്ലാവരും കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക.
താങ്ക് യു.